നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ്-19 ബാധിച്ച് 12 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1890 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1399 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനകം ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 1,81,430 കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 1346 പേർക്ക് രോഗം ഭേദമായി. 1,61,670 പേരാണ് ഇതുവരെ രാജ്യത്ത് രോഗമുക്തരായത്. കഴിഞ്ഞ ഒരു ദിവസം 107 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരടക്കം 718 പേരാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് സൗദിയിൽ 916 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ നിലവിലെ രോഗബാധിതരിൽ 907 പേർ സുഖം പ്രാപിച്ചു. എന്നാൽ രാജ്യത്ത് പ്രതിദിന മരണസംഖ്യ ഉയർന്നതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 13 പേരാണ് മരിച്ചത്. രാജ്യത്ത് ഇതുവരെ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 4,04,970 ഇതിൽ 3,88,702 പേർ രോഗമുക്തി നേടി. ആകെ മരണസംഖ്യ 6,823 9,445 പേർ രോഗബാധിതരായി. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 1044 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില ഭേദമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96%, മരണനിരക്ക് 1.7%. UAE-ൽ 1930 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1503 പേർ കൂടി രോഗമുക്തരായപ്പോൾ 4 പുതിയ കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,03,347 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 4,97,154 പേർക്കാണ് UAE-ൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 4,79,566 പേരും ഇതിനോടകം രോഗമുക്തരായി. 1,554 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 16,034 കോവിഡ് രോഗികൾ UAE-ൽ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,217 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,56,987 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.98% വർദ്ധിച്ചു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 8 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1,448 രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.57%. 1,438 പേരാണ് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,40,465 പേർ കോവിഡ് മുക്തരായി. 15,074 ആക്റ്റീവ് കേസുകൾ. തീവ്രപരിശോധന വിഭാഗത്തിൽ 250 പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ കോവിഡ് ബാധ ഇപ്പോഴും ഉയർന്ന തോതിലാണെന്നും കോവിഡ് ബാധിച്ചവരിൽ 55% സ്ത്രീകളാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദു അലി പറഞ്ഞു. കോവിഡ് സംബന്ധിച്ച പുതിയ സംഭവ വികാസങ്ങൾ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് ആരോഗ്യ വക്താവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുത്തിവയ്പെടുത്ത സ്ത്രീകളുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും കുറവാണ്. റമദാനിൽ റെസ്റ്റോറന്റുകളിൽ കോവിഡ് മുൻകരുതൽ ലംഘിച്ചുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ ഏറ്റവും ഉയർന്ന രീതിയിൽ പാലിക്കണമെന്ന് വക്താവ് ഊന്നി പറഞ്ഞു. കോവിഡ് മുൻകരുതൽ പ്രതിരോധ നിർദ്ദേശങ്ങൾ ലംഘിച്ച 53 ഭക്ഷ്യ വിൽപ്പനശാലകൾ ദുബായ് മുനിസിപ്പാലിറ്റി പൂട്ടിച്ചു. ഈ വർഷം ദുബായ് മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 1233 സ്ഥാപനങ്ങൾക്ക് ശക്തമായ താക്കീതും നൽകി. 2021-ലെ ആദ്യത്തെ 3 മാസങ്ങളിൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളിലായി 13,775 പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൽ 12,438 സ്ഥാപനങ്ങൾ ഭക്ഷ്യസുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഭക്ഷ്യസുരക്ഷാ വിഭാഗം മേധാവി സുൽത്താൻ അലി അൽ താഹർ വ്യക്തമാക്കി. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന് ആൺകുഞ്ഞ് പറന്നു. 35-കാരനായ മുഹമ്മദ് ബിൻ സൽമാന്റെ 5ാമത്തെ കുഞ്ഞാണിത്. സൗദി സ്ഥാപകനും പിതാമഹനുമായ അബ്ദുൽ അസീസിന്റെ പേരാണ് മുഹമ്മദ് ബിൻ സൽമാൻ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരവധി പേർ കുഞ്ഞിന്റെ ജനനത്തിൽ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. റമദാൻ ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് കോവിഡ് വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങൾ അവഗണിക്കുകയാണ്. ഇതിനെതിരെ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം. ജനങ്ങൾ കൃത്യമായ കോവിഡ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നഗരങ്ങൾ തെരഞ്ഞെടുത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ആഭ്യന്തര മന്ത്രാലയവും ഹജ്ജ് ഉംറ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ തലാൽ അൽ ഷൽഹൌ കർശന മുന്നറിയിപ്പ് നൽകിയത്.
റംദാനിൽ ഖത്തർ ഗതാഗത ഏജൻസിയായ മുവാസലാത്തും ഖത്തർ ചാരിറ്റിയും സംയുക്തമായി പ്രവാസി തൊഴിലാളികൾക്ക് സൗജന്യ കർവ സ്മാർട്ട് കാർഡുകൾ നൽകുന്നു. ഖത്തർ ചാരിറ്റി തൊഴിലാളികൾക്ക് നൽകുന്ന ഇഫ്താർ ഭക്ഷണത്തോടൊപ്പമാണ് കർവ ബസ്സിൽ സഞ്ചരിക്കുന്നതിനുള്ള സൗജന്യ സ്മാർട്ട് കാർഡും നൽകുന്നത്. മുവാസലാത്ത് ഓപ്പറേഷൻസ് മാനേജർ നാസർ മംദൂഹ് അൽ ഷമാരി സ്മാർട്ട് കാർഡുകൾ ഖത്തർ ചാരിറ്റി റിലേഷൻസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വിഭാഗം മേധാവി അഹമ്മദ് ഉമർ അൽ ഷറായ്ക്ക് കൈമാറി. റീചാർജ് ചെയ്യാവുന്ന സ്മാർട്ട് കാർഡുകളാണ് തൊഴിലാളികൾക്ക് നൽകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ബഹ്റൈനിലെ 4 പള്ളികൾ കൂടി അടച്ചു. ബഹ്റൈൻ നീതിന്യായ ഇസ്ലാമിക് കാര്യ എൻഡോവ്മെന്റ് മന്ത്രാലയം ഒരാഴ്ചത്തേക്കാണ് പള്ളികളും ഒരു കമ്മ്യൂണിറ്റി സെന്ററും അടച്ചത്. വേണ്ടത്ര കോവിഡ് മുൻകരുതൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിൽ പള്ളികളുടെ ചുമതലയിലുള്ളവരുടെ അലംഭാവം കണക്കിലെടുത്താണ് തീരുമാനം. വിശ്വാസികളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിലും സാമൂഹിക അകലം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.